നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീജ. സർവ്വസുഗന്ധി ഇല ചേർത്ത് തയ്യാറാക്കിയ ബീഫ് കറിയും നല്ല നാടൻ പഞ്ചാര കപ്പ ഉടച്ചതും അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം ബീഫ് കറി തയ്യാറാക്കാം. അതിനായി 750 ഗ്രാം ബീഫ് ഉപ്പും വിനാഗിരിയും പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ച ശേഷം നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് മസാലയെല്ലാം പുരട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്കിനി മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞത്, 10-15ഓളം ചെറിയുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേരുവകൾ ചേർത്ത് നന്നായി തിരുമ്മിയെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിലെ സ്പെഷ്യൽ ചേരുവ സർവ്വസുഗന്ധി ഇല. കറുവ, ജാതി, കരയാമ്പൂ എന്നിവയുടെ മണവും ഗുണവും രുചിയും ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഇതിനെ സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. ഇത് ബേ ലീഫ് അല്ല. ബേ ലീഫ് എന്ന് പറയുന്നത് വഴനയില ഉണങ്ങിയതാണ്. അപ്പോൾ 2 സർവ്വസുഗന്ധി ഇല ഇതിലേക്ക് ഞെരടി ചേർത്ത് ബീഫിലേക്ക് ഈ മസാല നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് കപ്പ പുഴുങ്ങിയെടുക്കാം. 750 ഗ്രാം കപ്പയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിയ ശേഷം വേവിച്ചെടുക്കാം. ബീഫിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിനി മൂടി വെച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 6 വിസിലും വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരാം. അപ്പോൾ അത് നിങ്ങൾ പാകം നോക്കി വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുത്താൽ മതി. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 വറ്റൽമുളക് മുറിച്ചിടാം. 6-7 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചാറോട് കൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി ഈ ചാറ് ചെറുതായിട്ടൊന്ന് കുറുക്കി വരണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഗ്രേവിയുടെ പാകം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കപ്പ ഉടച്ചത് തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം 6 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് എന്നിവ അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. പച്ചമുളക് നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് എടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് വഴറ്റാം. 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നാൽ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളോട് കൂടിയാണ് ഉടച്ചെടുത്തിരിക്കുന്നത്. ചിലർക്ക് കപ്പ നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സർവ്വസുഗന്ധിയിലായിട്ട് തയ്യാറാക്കിയ ബീഫ് കറിയും പഞ്ചാര കപ്പ ഉടച്ചതും തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.